എല്ലാ ദിവസവും കാലത്ത് 4:45 കൃത്യം ഇവിടെ എത്തുകയും ദിവ്യബലിക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി 5:30 നമ്മൾ പ്രഭാത പ്രാർത്ഥന തുടങ്ങുന്നതിന് മുൻപ് അൾത്താര ഒരുക്കുകയും ദിവ്യബലിക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തുകയും അതുപോലെ അച്ഛന് കുടിക്കാനുള്ള ചായയൊക്കെ റെഡിയാക്കി വെക്കുകയും അങ്ങനെ എല്ലാ ദിവസവും ഈശോയിലേക്ക് അതിരാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് 91-ാം സങ്കീർത്തനമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ബൈബിളൊക്കെ വായിച്ച് അതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് വരെ കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് ഓടിപ്പോരുന്നത്. കാരണം ഇവിടെ നിന്ന് വൈകിയാണ് മടങ്ങിപ്പോകുന്നത്. കർത്താവിനെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അച്ഛൻ. ഓർക്കുകയായിരുന്നു, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന, അതായത് വളരെ നേരത്തെ ഓടിയെത്തുന്ന ഒരാളെ തൻ്റെ 69-ാമത്തെ വയസ്സിൽ, അതായത് ഒരു നേരത്തെ എന്ന്, വളരെ നേരത്തെ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സമയത്ത് കർത്താവ് മടക്കി വിളിക്കുകയാണ്. അവരവരെ സന്നിച്ചേട്ടൻ്റെ ജീവിതം വലിയ അനുഗ്രഹത്തിൻ്റെ ദൈവ കൃപകളുടെ ജീവിതമായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി പൂർണ്ണമായി ഈശോയെ പ്രതി, ദൈവരാജ്യത്തെ പ്രതി മറ്റെല്ലാം മറക്കുന്ന, തന്നെ മറക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവരാജ്യത്തെ പ്രതി, ഈശോയെ പ്രതി മാറ്റിവെക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അച്ഛൻ്റെ കൂടെ ഒറീസയിൽ വരുമ്പോഴും മറ്റെല്ലാ കാര്യങ്ങളിലും, ധ്യാനങ്ങൾക്ക് വരുമ്പോഴും, കൺവെൻഷനുകൾക്ക് വരുമ്പോഴും, ഇവിടെയുള്ള ശുശ്രൂഷകളിൽ ഇവിടെ എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ ഇവിടെ എത്തുകയും, വെളുപ്പിന് 4 മണിക്ക് പോകണമെങ്കിൽ 3 മണിക്ക് എത്തുകയും, അതുപോലെ അച്ഛന് ഇവിടുന്ന് കാലത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ചായയും അതുപോലെ ഭക്ഷണവുമൊക്കെ ഒരുക്കി അതെല്ലാം കൃത്യമായി വളരെ ചിട്ടയോടുകൂടെ, ഒരു പിതാവിൻ്റെ കർക്കശത്തോടെയും ഒരു അമ്മയുടെ വാത്സല്യത്തോടുകൂടെയും ഒക്കെ ക്രമപ്പെടുത്തിയ അച്ഛൻ, വ്യക്തിപരമായി പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു നിഴല് പോലെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന സണ്ണിച്ചേട്ടൻ്റെ വേർപാടിൽ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയുകയും നമുക്ക് സണ്ണിച്ചേട്ടൻ്റെ ആത്മാവിന് ഇന്ന് വളരെ പ്രത്യേകമായി ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പുറത്ത് കൺവെൻഷനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ മുറിയിൽ താമസിക്കുന്ന മുറിയിൽ, പ്രത്യേകിച്ച് ഒറീസയിലൊക്കെ ആയിരിക്കുമ്പോൾ മുറിയിൽ ചൂടുവെള്ളമൊന്നും ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പോൾ സണ്ണിച്ചേട്ടൻ നേരത്തെ എഴുന്നേൽക്കുകയും ചൂടുവെള്ളമൊക്കെ തണുപ്പുള്ള സമയത്തൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ സമയത്തും ചൂടുവെള്ളമൊക്കെ, കുളിക്കാനുള്ള ചൂടുവെള്ളം തുടങ്ങി, കുടിക്കാനുള്ള വെള്ളം തുടങ്ങി, കുളിക്കാനുള്ള വെള്ളം തുടങ്ങി, അൾത്താരയിലുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കുന്ന, അതായത് ഈശോയ്ക്ക് വേണ്ടി എന്തും സ്വയം മറക്കുന്ന, അല്ലെങ്കിൽ ഭാരമുള്ള എല്ലാം സണ്ണിച്ചേട്ടൻ തോളിലേറ്റി നടക്കുമായിരുന്നു. അതുപോലെ എത്ര ഓർത്താലും എത്ര പറഞ്ഞാലും മതിവരാത്തത്ര ഓർമ്മകളും നന്മകളും ഉള്ള ഒരു സഹോദരനെയാണ് നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നഷ്ടം, ഭൂമിയിലെ നഷ്ടം സ്വർഗത്തിലെ ഒരു ലാഭമാണ്. നമുക്ക് സണ്ണിച്ചേട്ടൻ്റെ ജീവിതം ഒരു അനുകരണീയമായ, മാതൃകാപരമായ ഒരു ജീവിതമായതുകൊണ്ടാണ് അച്ഛൻ നിങ്ങളോട് ഇത് പങ്കുവയ്ക്കുന്നത്. കാരണം ദൈവരാജ്യത്തെ പ്രതി നമ്മൾ ദൈവത്തെ ഓർത്ത് ജീവിച്ചാൽ അൾത്താരയിൽ ദൈവം നമ്മളെ ഓർമ്മിക്കും എന്നത് ഒരു സത്യമാണ്. ഈശോയോട് ചിലപ്പോഴും പറയാറുള്ള 2 വാക്കുകളാണ്: ഈശോയോട് കൂടെ ജീവിക്കുക, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക. അങ്ങനെ ഈശോയോട് കൂടെ ജീവിച്ച്, ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് നമ്മുടെ ഇടയിൽ നിന്ന് യാത്രയായ ഒരു ജീവിതമാണ് സണ്ണിച്ചേട്ടൻ്റെ ജീവിതം.